അതിലൊന്നും ഉൾപ്പെടുത്തരുത്. എൻ്റെ മോൾക്ക് നീതി വാങ്ങി തരണം. എൻ്റെ മോളെ ആളൊന്ന് ആ വണ്ടി ഒന്ന് നിർത്തി എൻ്റെ മോളൊന്ന് ഹോസ്പിറ്റലിൽ കാണാൻ പോലുള്ള മനസ്സ് കാണിച്ചില്ല. ഒന്ന് നീതി എനിക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എൻ്റെ കുഞ്ഞു മക്കൾ, എൻ്റെ ലിയാമോളുടെ കൂട്ടുകാർ, അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അത്. അവൾക്ക് നീതി വേണമെന്ന്. അതുങ്ങൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അവൾ അഡ്മിറ്റ് ചെയ്തന്ന് അവരവിടെ നിൽക്കുക, ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ മോൾക്ക് എന്തായാലും നീതി കിട്ടണം. എങ്കിലും എൻ്റെ മോൾക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാവം കുഞ്ഞായിരുന്നു. എന്തോരം സ്വപ്നമായിരുന്നെന്ന് അറിയോ, എന്തോരം സ്വപ്നം. ആരും ഞങ്ങളോട് ബന്ധപ്പെട്ടിട്ടില്ല, ഒരു കാര്യവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എൻക്വയറിക്ക് കൂടിയും വന്നിട്ടില്ല. ഇല്ല, അവര് വന്നിട്ടേ ഇല്ല. ഞങ്ങളോട് അടുത്തടുത്തൊന്നും വന്നിട്ടില്ല. ഞാൻ നോ ഓപ്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ പിടിച്ച് ഇതായിരുന്നു, വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം നേരം വെളുത്ത് 6 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. പ്രത്യേക സംഘമൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷിക്കാനാണ് സ്ഥിതി പറഞ്ഞു. പക്ഷേ ഇതുവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പ്രതിയുടെ അഭിഭാഷകൻ സമീപിച്ചിരുന്നു. ഇല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാനസികാവസ്ഥ നല്ല തെറ്റും. എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തുണ്ടാവില്ല. ഞങ്ങൾ പൈസക്ക് വേണ്ടിയല്ലേ, എൻ്റെ മോളാണ് നഷ്ടപ്പെട്ടത്. എന്തോരം വാത്സല്യക്ക് വളർത്തിയ കൊച്ചാ. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരേ ബുദ്ധിമുട്ട്. അറിയില്ല, അതിന്റെ സമയം കഴിഞ്ഞു. എങ്ങനെയാണ് കുടുംബം നേരിടാൻ തോന്നുന്നത്? ഇത്ര നോക്കിയിട്ട് ഒരു അനക്കവും പോലും ഉണ്ടായിട്ടില്ല. പ്രതിനെ പിടിച്ചിട്ടും കൂടി ഇല്ല. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. അവർക്ക് പറ്റുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഓടിക്കാൻ പറ്റുമായിരുന്നു. അവർക്ക് പറ്റുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പറ്റുമായിരുന്നു. ഇത്രയും ദിവസത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ബോധമുള്ള ആർക്കെങ്കിലും മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കണേന്ന്. ഈ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്താണ് അവൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ജീവിക്കാൻ ഇതാക്കല്. അവള് പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ജോലിക്ക് പോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ കാറടിക്കും, അതാരും മരിക്കും, എന്നിട്ട് ഒരു പൈസ കൊടുക്കും പോവും. എന്താണിത്? പൈസ മാത്രം മതിയാ. ആൾക്കാരുടെ ജീവന് ഒരു വിലയില്ല. അവർക്ക് എന്തൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നാണെന്ന് അറിയും. എന്നിട്ടാണ് അവിടെ 2 കോളേജുള്ളതാ. അവിടെ ഒരു ഹബ്ബ് പോലും ഇല്ല. ഇനിയും എന്തോരം കുട്ടികൾ അവിടെ പഠിക്കണത്. 2 കോളേജുള്ളതല്ലേ. അവിടെ ഒരു ഹബ്ബ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീരില്ലേ. ഇനി ഒരു കുഞ്ഞിൻ്റെ ജീവനും കൂടി ഇതുപോലെ പോകാനും, ഒരു അനിയന് ചേച്ചിന് പോകാനും, അമ്മയ്ക്ക് മോളെ പോകാനും ഒക്കെ, അച്ഛന് മോളെ പോകാനൊക്കെ ഇടപെടുത്തണം. എന്തെങ്കിലും ചെയ്തുകൂടി. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനങ്ങളുള്ള സ്ഥലമില്ല അത് അവിടെ എപ്പോഴും എന്തെങ്കിലുമായിട്ടൊക്കെ ചെറിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നത്. ഇനി എന്തിനാണ്? മക്കളല്ലേ, നമ്മുടെ പ്രതീക്ഷയല്ലേ. ഇനി പഠിക്കുന്നതല്ലേ പിള്ളേർ. എത്ര പിള്ളേർ പഠിക്കുന്നത് അവിടെ. അവർക്ക് മര്യാദക്ക് സഞ്ചരിക്കണ്ടേ, നടക്കണ്ടേ റോട്ടിൽ കൂടി.